1430 സ്പെയിനിലെ ലിയോണിലുള്ള സഹാഗണിലാണ് വിശുദ്ധ ജോൺ ജനിച്ചത്. സഹാഗണിലെ പ്രസിദ്ധമായ ബെനഡിക്റ്റൻ ആശ്രമത്തിലെ സന്യാസിമാരാണ് വിശുദ്ധ ജോണിന് ആദ്യകാല വിദ്യാഭ്യാസം നൽകിയത്. വിശുദ്ധന്റെ പിതാവായിരുന്ന ഡോൺ ജുവാൻ ഗോൺസാലസ് ഡി കാസ്ട്രിലോ ജോണിന് ഒരു മൂലധനമെന്ന നിലയിൽ സഭാസ്വത്തിൽ നിന്നും വരുമാനം ലഭിക്കാവുന്ന ഒരു പദവി തരപ്പെടുത്തി കൊടുത്തിരുന്നു. വിശുദ്ധന് 20 വയസ്സായപ്പോൾ ബുർഗാസിലെ മെത്രാനും സഹാഗണിലെ ആശ്രമാധിപനും വിശുദ്ധന്റെ ആത്മീയ സേവനങ്ങൾക്ക് പ്രതിഫലമായി 4 സഭാ സ്വത്തുക്കളുടെ വരുമാനം സ്വീകരിക്കുന്നതിനുള്ള അവകാശം കൂടി വിശുദ്ധന് നൽകി. അദ്ദേഹത്തിന്റെ കുടുംബം വളരെയേറെ സ്വാധീനമുള്ളതായിരുന്നുവെന്നതും വിശുദ്ധ ജോണിന്റെ മഹാത്മ്യം അവർ മനസ്സിലാക്കിയിരുന്നുവെന്നതുമായിരുന്നു അതിനുള്ള കാരണം. 1453 വിശുദ്ധൻ പൗരോഹിത്യ പട്ടം സ്വീകരിക്കുന്ന സമയത്ത് ബൂർഗോസിൽ നിന്നുമായി 5 സഭാ സ്വത്തുക്കളിൽ നിന്നുമുള്ള വരുമാനം സ്വീകരിക്കുന്നതിനുള്ള അവകാശം വിശുദ്ധന് ലഭിച്ചിരുന്നു. മെത്രാന്റെ വസതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യസ്ഥനായിരുന്നു വിശുദ്ധൻ. വളരെയേറെ വിഭജനങ്ങളും കുറ്റവാളികളും നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു സലാമാങ്ക. ഈ സാഹചര്യം അവിടുത്തെ ജനങ്ങൾക്കിടയിൽ അനുതാപത്തെക്കുറിച്ച് മാനസാന്തരത്തെക്കുറിച്ചും പ്രഘോഷിക്കുവാനുള്ള ധാരാളം അവസരം വിശുദ്ധന് നൽകി. വിശുദ്ധൻ തന്റെ സുവിശേഷ പ്രഘോഷണങ്ങൾക്ക് ശേഷം വിശ്വാസികൾക്ക് കുമ്പസാരത്തിലൂടെ വ്യക്തിപരമായ പല ഉപദേശങ്ങളും നൽകി വന്നു. 1479 വിശുദ്ധ ജോൺ തന്റെ സ്വന്തം മരണം മുൻകൂട്ടി പ്രവചിച്ചു. അതേ വർഷം തന്നെ അത് സംഭവിക്കുകയും ചെയ്തു. സലാമാങ്ക നിവാസിയായിരുന്ന ഒരു സ്ത്രീയുടെ രഹസ്യകാമുകൻ വിശുദ്ധന്റെ പ്രബോധനങ്ങൾ കേട്ട് മാനസാന്തരപ്പെട്ടിരുന്നു. അതിന്റെ പക തീർക്കുവാനായി ആ സ്ത്രീ വിശുദ്ധന് വിഷം നൽകുകയായിരുന്നുവെന്ന് പറയപ്പെടുന്നു. 1601 വിശുദ്ധ പദവിക്കായി ജോണിനെ നാമകരണം ചെയ്യപ്പെടുകയും 1690 വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. വിശുദ്ധ ജോണിന്റെ നിർഭയപൂർവ്വമുള്ള സുവിശേഷ പ്രഘോഷണം കാരണം സലാമാങ്കയിലെ സാമൂഹ്യ ജീവിതത്തിൽ എടുത്തു പറയേണ്ട മാറ്റങ്ങൾ ഉണ്ടായി. ഇക്കാരണത്താൽ വിശുദ്ധന് സലാമാങ്കയിലെ അപ്പോസ്തോലൻ എന്ന പ്രസിദ്ധമായ വിശേഷണം ലഭിക്കുകയും ഉണ്ടായി. വിശുദ്ധന്റെ മരണത്തിന് ശേഷം വിശുദ്ധന്റെ ഖബറിടത്തിൽ ധാരാളം അത്ഭുതങ്ങൾ സംഭവിക്കുകയും അതൊരു തീർത്ഥാടന കേന്ദ്രമായി മാറുകയും ചെയ്തു. വിശുദ്ധ കുർബാനയോടുള്ള ജോണിന്റെ ഭക്തിയെ സൂചിപ്പിക്കുന്നതായി കയ്യിൽ തിരുവോസ്തിയും പിടിച്ചുകൊണ്ട് നിൽക്കുന്ന രീതിയിലാണ് വിശുദ്ധനെ ചിത്രീകരിച്ചിട്ടുള്ളത്.